Hello everyone, welcome to Super Tutor, your one-stop solution for everything related to online teaching. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓൺലൈൻ ടീച്ചിങ്ങിൻ്റെ ഡിഫറെൻറ്റ് സ്കോപ്പുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഒരു ഓൺലൈൻ ടീച്ചർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള സ്കിൽസ് എന്തൊക്കെയാണ് എന്നുള്ള വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ആരെങ്കിലും അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ആ ഒരു വീഡിയോ കാണണം കേട്ടോ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഉറപ്പായാലും നമ്മൾ ഈ ഒരു തംബ്നെയിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ChatGPT അല്ലെങ്കിൽ AI ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ടീച്ചിങ്ങിൽ നല്ല രീതിയിൽ അപ്സ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാം എന്നുള്ളൊരു വിഷയത്തിലാണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്നത്തെ ഈ ഒരു എഡ്യൂക്കേഷനിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് കൊണ്ടുവരുന്നുണ്ട് അല്ലേ. സോ നമ്മളുടെ സ്റ്റുഡൻസ് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് എക്സാം പ്രിപ്പറേഷനും അല്ലെങ്കിൽ റിവിഷൻ പ്ലാൻ ഉണ്ടാക്കാനും, അതല്ല അസൈൻമെൻറ്റോ പ്രൊജക്റ്റോ അല്ലെങ്കിൽ എസ്സേ ഒക്കെ ഉണ്ടാക്കാനൊക്കെ നമ്മളുടെ ഈ ഒരു AI ടൂൾസ്, ഡിഫറെൻറ്റ് AI ടൂൾസ് ഉണ്ട്. ChatGPT മാത്രമല്ല, പെർപ്ലക്സിറ്റി, ഡീപ്സീക്ക്, ഗ്രോക്ക്, അങ്ങനെ ഒരുപാട് ജെമിനി, ഒരുപാട് ChatGPT, അങ്ങനെ ഒരുപാട് എന്തുണ്ട് AI ടൂൾസ് അവൈലബിൾ ആണ്. അപ്പം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ChatGPT യൂസ് ചെയ്തിട്ട് എങ്ങനെ ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ ബേസിക്കലി നമ്മളെല്ലാവരും ടീച്ചർ ആയവരുണ്ടായിരിക്കും, ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ കരിയർ നോക്കുന്ന ആസ്പയറിംഗ് ആയിട്ടുള്ള ആളുകളായിരിക്കും അല്ലേ. സോ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലെസൺ പ്ലാൻ ക്രിയേഷൻ ആണ്. കാരണം ആ ഒരു 1 hour, ആ ഒരു സമയത്ത് ഏതൊക്കെ കാര്യങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്നുള്ള കറക്റ്റായിട്ടുള്ളൊരു പ്ലാനിങ് ആണ് സത്യം പറഞ്ഞാൽ ലെസൺ പ്ലാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് നമ്മൾ സ്വന്തം ഇരുന്ന് ചെയ്യുന്ന സമയത്ത് 1 or 2 hours ഒരു പണിയാണ്. കാരണം നമ്മൾ എൻ്റെ ചാപ്റ്റർ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്തിട്ട് വേണം അതിൽ നിന്ന് നമ്മളെ കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇതൊരു ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ നമ്മളെടുത്ത് കരുതി വെക്കാനായിട്ട് അല്ലേ. എന്നാൽ മാത്രമേ നമുക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. നമ്മളുടെ ടീച്ചിങ്ങിൽ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. സോ ലെസൺ പ്ലാനിന് നമ്മളെ ടീച്ചിങ് എന്ന് പറയുന്ന ഈ ഒരു കരിയറിൽ ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഈ ഒരു ലെസൺ പ്ലാന് നമ്മൾ ChatGPT ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ ChatGPTയുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ഞാനിവിടെ തുറന്ന് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അറിയാമല്ലോ, ChatGPT ഏകദേശം എല്ലാവർക്കും അറിയുന്നതായിരിക്കും. സോ നമ്മൾ ക്രോം ടാബ് തുറന്നിട്ട് chatgpt.com അല്ലെങ്കിൽ ChatGPT ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇമെയിലും പാസ്വേഡൊക്കെ വെച്ചിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്താൽ ഇങ്ങനൊരു ഓപ്ഷനിലായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക വിൻഡോയിൽ. ഇവിടെ നമുക്ക് ആസ്ക് എനിത്തിങ് എന്ന് പറയുന്നൊരു ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ചോദിക്കുന്നതിനെ നമ്മൾ സ്പെഷ്യലായിട്ടൊരു വേർഡൊക്കെ പറയും, പ്രോംപ്റ്റിംഗ് എന്നൊക്കെ പറയും. പ്രോംപ്റ്റാണ് നമ്മൾ എന്ത് കൊടുക്കാൻ, ഹേയ് ChatGPT ഹൗ ആർ യു ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു സിമ്പിൾ പ്രോംപ്റ്റാണ്. സോ പിന്നെ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്സിൻ്റെ PDFസോ നോട്ട്സോ അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ നിന്ന് നമുക്കിവിടെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഇവിടെ നമുക്ക് വോയിസ് ഓവർ കൊടുത്തിട്ട് അങ്ങനെ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിഫറെൻറ്റ് കാറ്റഗറിയിൽ നമുക്ക് ഈ ഒരു ChatGPT ഡാറ്റാസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ഇന്ന് വരെ 2 വോയിസ് കാണിക്കുന്നില്ല, ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോംപ്റ്റും കൊടുത്തിട്ട് എങ്ങനെയാണ് നല്ല രീതിയിലുള്ളൊരു ലെസൺ പ്ലാൻ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ അതിനായിട്ട് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കണം അല്ലേ. സോ പ്രോംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സോ ChatGPT നല്ല രീതിയിൽ ഹാലുസിനേഷൻ ഉണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരുപാട് കാര്യങ്ങൾ ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് റോങ് ആൻസേഴ്സ് ഒക്കെ തരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു റോങ് ആൻസേഴ്സ് തരാനുണ്ടാകുന്ന ആ ചാൻസസിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ, കുറയ്ക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് ലിമിറ്റേഷൻസ് കൊണ്ടുവരാം. എൻ്റെ ക്ലാസ് ഇത്ര 60 മിനിറ്റ്സ് ആണ്, അല്ലെങ്കിൽ എനിക്ക് 150 വേർഡ്സിൻ്റെ എസ്സേ മതി, അല്ലെങ്കിൽ 200 വേർഡ്സിൻ്റെ എസ്സേ മതി, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ റെസ്ട്രിക്ഷൻസ് വെക്കാം. പിന്നെ അതുപോലെ തന്നെ ആക്ട് ആസ് ആൻ എക്സ്പേർട്ട്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഒരാളായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ടീച്ചിങ്ങിൽ 20 ഇയേഴ്സിൻ്റെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളായിട്ട് ആക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ, അങ്ങനെയൊക്കെ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ നമുക്ക് ആൻസേഴ്സ് തരാറുണ്ട്. സോ ഇത് മാത്രമല്ല, ഒരുപാട് AI ടൂൾസ് ഉണ്ട് കേട്ടോ. സോ നമ്മൾ ഈ ഒരു ChatGPT യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. സോ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു 3 പ്രോംപ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ പ്രോംപ്റ്റ് ഞാൻ ഇതിലോട്ടേക്ക് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഇതാണ് നമ്മൾ ആദ്യത്തെ പ്രോംപ്റ്റ്. ഒന്ന് വായിക്കാം നമുക്ക്. ഐ ആം എ ബേസിക് സയൻസ് ടീച്ചർ. I plan to teach 8th standard student, perform like a 20-year experienced teacher and guide me to teach my lessons.
സോ ചാറ്റ് ജി പി ടിക്ക് ഇനീഷ്യലി നമ്മളുടെ പേരോ അല്ലെങ്കിൽ നമ്മളുടെ റോളോ അല്ലെങ്കിൽ നമുക്ക് എന്താ വേണ്ടത് ഒന്നും അറിയില്ല. സോ ചാറ്റ് ജി പി ടിക്ക് ഇനീഷ്യലി നമ്മൾക്ക് എന്താണ് വേണ്ടത്, നമ്മളെ ജോബ് റോൾ എന്താണ് എന്നുള്ളത് വൃത്തിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഓക്കെ, സോ ആ ഒരു കാര്യമാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ഈ ഒരു സർക്കിളിൽ ഈ ഒരു സ്ക്വയർ വന്നു കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി എന്ത് ചെയ്യാണ്, ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. സോ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ചാറ്റ് ജി പി ടി ഒരു ആൻസർ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്കിത് കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ലൈക്ക് ചെയ്യാനും ഡിസ്ലൈക്ക് ചെയ്യാനുമുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ വോയിസ് റീഡ് അലൗഡ് ചെയ്യാൻ, ഇത് നമുക്ക് വായിക്കാൻ പ്രൊനൗൺസിയേഷനൊക്കെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് ലൗഡിൽ വായിച്ചു തരും. അതുപോലെ തന്നെ നമുക്ക് ക്യാൻവാസ് ഒക്കെ ഉണ്ട്. അപ്പം അത് ഞാൻ ലെസൺ പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് ക്യാൻവാസിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്താം. ഓക്കെ, സോ ചാറ്റ് ജി പി ടി നമുക്ക് എന്താണ്, ദാറ്റ് സൗണ്ട് ഗ്രേറ്റ്, ഐ ക്യാൻ ഹെൽപ്പ് യു സ്ട്രക്ചർ യുവർ ലെസൺ എഫക്റ്റീവ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നിട്ടുണ്ട്. നമ്മൾ ഏത് സിലബസ് ആണെന്നുള്ളത് ചൂസ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഇപ്പോൾ ചാറ്റ് ജി പി ടിക്ക് മനസ്സിലായി നമുക്ക് എന്താണ് വേണ്ടത്, നമ്മളെ ജോബ് റോൾ എന്താണ്, ചാറ്റ് ജി പി ടി എന്തായിട്ടാണ് ആക്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മളിപ്പം ചാറ്റ് ജി പി ടിക്ക് ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇനി നമ്മൾ രണ്ടാമത്തെ നമ്മളുടെ പ്രോംപ്റ്റാണ് ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ രണ്ടാമത്തെ പ്രോംപ്റ്റ് ജസ്റ്റ് ഞാനവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ്, ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് സം ഓഫ് ദ പ്രൈമറി ലേണിംഗ് ഒബ്ജക്റ്റീവ് ഫോർ ദ ചാപ്റ്റർ ഐ ആം പ്ലാനിങ് ഓൺ ടേക്കിംഗ് ടുമോറോ. The chapter's name is Metal. I have attached a PDF of this chapter. Go over the document and provide a quick summary of the important learning objectives. So നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒരു ചാപ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചാപ്റ്റർ എന്തൊക്കെയാണ് ആ ടീച്ചർ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് കിട്ടേണ്ടത് എന്നുള്ളതാണ് ലേണിംഗ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ആ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഇനീഷ്യലി ഒരു ടീച്ചർ കണ്ടുപിടിക്കുകയും ആ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസും കോണ്ടൻസും എക്സ്പെരിമെൻറ്റും എല്ലാമാണ് നമ്മൾ പിന്നെ ത്രൂ ഔട്ട് ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്. സോ എൻഡ് ഓഫ് ദ ചാപ്റ്ററിൽ നമ്മൾ അസസ് ചെയ്യുന്ന സമയത്തും ഈ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് കുട്ടികളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു കൺഫർമേഷനും വേണ്ടിയിട്ടാണ്. സോ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഒരു ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് ഫൈൻഡ് ചെയ്യുക എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറയുന്നു. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ചാപ്റ്റർ, അതായത് ഈ ഒരു ചാപ്റ്ററിൻ്റെ PDF അറ്റാച്ച് ചെയ്യണം. സോ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അപ്ലോഡ് പോകുന്നു. അപ്ലോഡ് പോയിട്ട് ഈ കറസ്പോണ്ടിങ് ഇതിൻ്റെ ചാപ്റ്ററിൻ്റെ PDF ഞാൻ എന്ത് ചെയ്യുവാണ്, ഇവിടെ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സോ 7ാമത്തെ ചാപ്റ്ററാണ്. സോ ഈ ഒരു ചാപ്റ്ററിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്തിട്ട് ആ ചാപ്റ്റർ മാത്രമാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. സോ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ PDF. ദെൻ ഇത് ഈ ഒരു പ്രോംപ്റ്റും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സമ്മറി എന്ന് പറഞ്ഞിട്ട് മെറ്റലിൻ്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നുള്ളത് നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഈ ഒരു ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസിലി കാര്യങ്ങളൊക്കെ മൂവ് ചെയ്യാൻ പറ്റും അല്ലേ. ഓരോ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് വെച്ചിട്ട് ഓരോ ചാപ്റ്ററിലായിട്ട് നമുക്ക് എടുത്ത് തീർത്താൽ മതി. അപ്പം അതിൽ ഒരുപാട് മെറ്റൽ എന്ന് പറയുന്ന ബേസിക് സയൻസിലെ എട്ടാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ മെറ്റൽ എന്ന് പറയുന്ന 7th ചാപ്റ്ററിൻ്റെ ഒരു ഡോക്യുമെൻ്റ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. സോ അതിനനുസരിച്ചിട്ടുള്ള ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഇവിടെ കണ്ടോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഈ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഓരോ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെയും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആ ഒരു കൺസെപ്റ്റിനെ ഈ ഒരു ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും, കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. സോ രണ്ടാമതായിട്ട് നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് മനസ്സിലായിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമതായിട്ടൊരു പ്രോംപ്റ്റ് കൂടെ കൊടുക്കാം. ഇത് നമുക്ക് എക്സാക്ട്ലി നമ്മളുടെ ലെസൺ പ്ലാൻ, നമുക്കിപ്പം ലേണിംഗ് ഒബ്ജക്റ്റീവ്സേ ആയിട്ടുള്ളൂ. ഈ ലേണിംഗ് ഒബ്ജക്റ്റീവ്സിനെ നമുക്കിനി എന്താക്കി മാറ്റണം, ഒരു ലെസൺ ആക്കി മാറ്റണം അല്ലേ. സോ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഒരു ലാസ്റ്റ് പ്രോംപ്റ്റ് കൂടെ കൊടുക്കുകയാണ്. ഈ ഒരു പ്രോംപ്റ്റിൽ നമ്മൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഐ ആം നൗ റെഡി ടു ടേക്ക് മൈ ഫസ്റ്റ് ലെസൺ. ഓക്കെ, കുഡ് യു പ്ലീസ് ഡിസൈൻ എ ലെസൺ പ്ലാൻ ഫോർ മീ. ഒരു ലെസൺ പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് തരണം. ദെൻ മൈ വൺസ് ലെസൺ ലാസ്റ്റ് 60 minutes. എൻ്റെ ഒരു ലെസൺ എന്ന് പറയുന്നത് സ്കൂളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ 45 minutes അല്ലെങ്കിൽ 40 minutes ഒക്കെയാണ് 1 hour 1 period ഉണ്ടായിരിക്കുക അല്ലേ. സോ ഞാനിപ്പം ഇവിടെ ഒരു 60 minute 1 hourൻ്റെ ലെസണാണ് ചോദിച്ചിട്ടുള്ളത്. പ്രിപ്പയർ എ 60 minute ലെസൺ പ്ലാൻ. മേക്ക് ഷുവർ ടു ഗോ ഓവർ ദ ചാപ്റ്റർ PDF ദാറ്റ് ഐ ഹാവ് പ്രീവിയസ്ലി സെൻഡ് ടു യു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ്ലി ഒരു ചാപ്റ്റർ ഒരു PDF അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. സോ അത് പിന്നെയും ഇവിടെ അറ്റാച്ച് ചെയ്യേണ്ട ഒരാവശ്യം ഇല്ല.
അത് ആ ഒരു എന്താണ് PDF ഗോ ത്രൂ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ജസ്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളെ ലെസൺ പ്ലാനിൻ്റെ ഇത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കണം നിങ്ങളുടെ ലെസൺ പ്ലാൻ എന്നുള്ളത് നിങ്ങളുടെ ഈ ഒരു പ്രോംപ്റ്റിൽ ടൈപ്പ് ചെയ്യാം. സോ ഐ വാണ്ട് ടു ഇൻക്ലൂഡ് മൈ ലെസൺ പ്ലാൻ എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ഫോളോ അപ്പ് പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഒരു എൻട്രി ആക്ടിവിറ്റി വേണം, പിന്നെ ദെൻ ലെസൺ എടുക്കാനുള്ള ഒരു കോണ്ടന്റിലുള്ള ഒരു ടൈം വേണം, ഫീഡ്ബാക്ക്, അതുപോലെ തന്നെ ആക്ടിവിറ്റി ചെയ്യാൻ, പിന്നെ എന്താണ് അതുപോലെയുള്ള ഹോംവർക്ക്, അതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം. പ്രയർ നോളജ് ചെക്ക് ചെയ്യാൻ 5 മിനിറ്റ് വേണം. അങ്ങനെയൊക്കെ നമുക്ക് ഓരോ കാര്യത്തിനും ഷെഡ്യൂൾ ചെയ്ത് ടൈം അലോട്ട് ചെയ്തൊക്കെ കൊടുക്കാം. ഞാനിപ്പോൾ ജനറൽ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ എത്ര ഇലാബറേറ്റ് ചെയ്തിട്ട് എത്ര നല്ല രീതിയിൽ പ്രോംപ്റ്റ് കൊടുക്കുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ എന്തുണ്ടായിരിക്കുക, ആൻസർ ChatGPT തരുന്നുണ്ടായിരിക്കുക. ChatGPTക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരു എസ്സേ പോലെ എഴുതി കൊടുക്കരുത് കേട്ടോ. കാരണം ChatGPT ഹാലുസിനേറ്റ് ചെയ്യുന്ന സമയത്ത് റോങ് ആൻസേഴ്സ് തരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് ഒരു വലിയൊരു എസ്സേ ഒക്കെ എഴുതുമ്പോൾ. സോ നമ്മൾ എപ്പോഴും ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രോംപ്റ്റ് വളരെ ഷോർട്ടായിട്ട് വളരെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കൊടുക്കുക. കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക. അപ്പം കൂടുതൽ ഹാലുസിനേഷൻ കുറച്ചിട്ട് നല്ല റൈറ്റ് ആയിട്ടുള്ള ആൻസർ തരാൻ വേണ്ടിയിട്ട് ChatGPT ഒന്നുകൂടെ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, സോ യെസ്, ഇതിപ്പം ഈ ഒരു പ്രോംപ്റ്റിൽ നമുക്ക് എന്തെങ്കിലും റിസർച്ച്, നെറ്റിൽ നിന്ന് എന്തെങ്കിലും റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിസർച്ചും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഞാനിത് ഈ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു പ്രോംപ്റ്റിൽ നിന്ന് ആ ഒരു ChatGPT കറക്റ്റായിട്ട് നമ്മളുടെ 8th സ്റ്റാൻഡേർഡിൽ വേണ്ടിയിട്ടുള്ള ചാപ്റ്ററിൻ്റെ PDF ലെസൺ പ്ലാനാണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്, ഉണ്ടാക്കി തന്നിട്ടുള്ളത്. ഓക്കെ, അതിൽ കറക്റ്റ് ലെസൺ പ്ലാന്, അതിൻ്റെ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് നീഡഡ് ആയിട്ടുള്ളത്, ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഫസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്, ദെൻ ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ആ ഒരു കോണ്ടന്റിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു കാര്യങ്ങളെല്ലാം. അത് കഴിഞ്ഞതിന് ശേഷം കൺക്ലൂഷൻ തന്നിട്ടുണ്ട്, നോട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് എടുത്തത് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. നമ്മളവിടെ സെർച്ച് കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വന്നിട്ടുള്ളത്. അതിലാദ്യം തന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ ലെസൺ പ്ലാന് നമ്മൾ എന്താണ് കൊടുത്ത PDF ചെയ്തിട്ടുണ്ട്. ദെൻ മെറ്റീരിയൽസ് ആണ്, അങ്ങനെ ഒരുപാട് ഇത്രയും സെർച്ച് പേപ്പേഴ്സ് റിസർച്ച് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ഡാറ്റ തന്നത് എന്നാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ, സോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇനി നമുക്ക് ഇവിടെ എഡിറ്റ് ഇൻ ക്യാൻവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു ക്യാൻവാസ് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡീഷണലി എന്ത് ചെയ്യാൻ പറ്റും, കണ്ടോ, ടൈപ്പ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെസൺ പ്ലാനിൽ നമുക്ക് കൂടുതലായിട്ട് എന്താണ് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻസോ ടെക്സ്റ്റ് ബുക്സിലുള്ള ചില ടോപ്പിക്സ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല എന്നുള്ളതൊക്കെ നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ ഇത് എഡിറ്റ് ചെയ്തിട്ട് മാറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഈ ഓരോന്നും ഇവിടെ ഈ ഒരു സൈഡിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വേറെ എന്തെങ്കിലും എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് AI ഉപയോഗിച്ചിട്ട് ഈ ഒരു ഇവിടെ നമുക്ക് ആവശ്യത്തിന് എന്താണ് എഡിറ്റ് അത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിവിടെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് പുതിയതാക്കി തരും. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ലെസൺ പ്ലാൻ. ഇങ്ങനെയാണ് ലെസൺ പ്ലാൻ തയ്യാറാക്കുന്നത് കേട്ടോ. സോ നിങ്ങൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്ത് നോക്കണം, ഈ ഒരു ഡോണ്ട് ചെയ്ത് സേവ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. സേവ് ചെയ്തിട്ടുണ്ട് ഞാൻ എന്തായാലും. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ ഒരു ചാറ്റായിട്ട് തന്നെ നമുക്കിവിടെ ഇതിങ്ങനെ കിട്ടുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, സോ നമുക്ക് എപ്പം വേണമെന്നുണ്ടെങ്കിലും ഇത് എക്സ്പാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ, ഓപ്പൺ ക്യാൻവാസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ക്യാൻവാസിൽ ഓപ്പൺ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സോ ഇത്രയാണ് നമ്മളുടെ ഇത് ഞാനിപ്പം ഫ്രീ വേർഷനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ChatGPT അപ്ഗ്രേഡഡ് വേർഷനും ഉണ്ടായിരിക്കും, ChatGPT ഫ്രീ വേർഷനും ഉണ്ടായിരിക്കും. ആ ഫ്രീ വേർഷനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫ്രീ വേർഷനിൽ PDFs അറ്റാച്ച് ചെയ്യാനുള്ള കുറച്ച് ലിമിറ്റേഷൻസ്, ഒരുപാടെണ്ണം ചെയ്യാൻ പറ്റില്ല. പ്ലസ് അപ്ഗ്രേഡഡ് വേർഷനിലാണ് ഒരുപാട് അൺലിമിറ്റഡ് ആയിട്ട് PDFസും നോട്ട്സൊക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റുക. ബട്ട് ഡെയിലി ലൈഫിൽ നമുക്ക് കുറച്ച് PDFസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അറ്റാച്ച് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ആ ഒരു ചാറ്റിൻ്റെ ഡ്യൂറേഷൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നെക്സ്റ്റ് ചാറ്റ് എടുത്തിട്ട് വീണ്ടും നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് നമ്മുടെ ലെസൺ പ്ലാൻ എങ്ങനെയാണ് ChatGPT യൂസ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ. നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കുക. ഞാൻ ചെയ്തതുപോലെ തന്നെ ആവണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ജസ്റ്റ് പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്താണ് വേണ്ടത്, എൻ്റെ ലെസൺ ഇങ്ങനെയാണ്, എൻ്റെ ചാപ്റ്റർ ഇങ്ങനെയാണ്, എൻ്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ഇങ്ങനെയാണ്, ഞാൻ സിലബസ് ചൂസ് ചെയ്യുന്നത് SCERT ആണ്, അല്ലെങ്കിൽ NCERT ആണ്, അല്ലെങ്കിൽ CBSE ആണ്, അല്ലെങ്കിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ChatGPTക്ക് കൺസിഡർ ചെയ്യേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ്, പോയിന്റ്സുകൾ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങളുടെ പ്രോംപ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, ദെൻ അത് റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ റീജനറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫോളോ അപ്പ് പ്രോംപ്റ്റ് കൊടുത്തിട്ട് അതിനെ ബെറ്റർ ആക്കാനൊക്കെ നമുക്ക് പിന്നീട് ചാൻസ് ഉണ്ട്. സോ പിന്നെ ChatGPTയിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒന്നും ഒരു ഇഷ്യൂ അല്ല, കാരണം അതിനത് റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ മിസ്റ്റേക്സ് ഒന്നും കുഴപ്പമില്ല. ഓക്കെ, സോ ഡെഫിനറ്റ്ലി ChatGPT യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ, നിങ്ങൾ എടുക്കാൻ പോകുന്ന ക്ലാസ്സിലോ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു ലെസൺ പ്രിപ്പയർ ചെയ്ത് നോക്കുക, ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് നോക്കുക. സോ ദാറ്റ്സ് ഇറ്റ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും. ഓക്കെ, ശരി എന്നാൽ, ബൈ.